വളരെ നാളുകൾക്ക് ശേഷം ഇന്ന് ഞാൻ ഒരു അരിപ്പായസമാണ് തയ്യാറാക്കുന്നത്. വളരെ നാളായി, കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു പായസം തയ്യാറാക്കുന്നത്. ഞാൻ തയ്യാറാക്കി ഇതുവരെ കഴിച്ചിട്ടില്ല. എന്ത് ഞാൻ സ്വന്തമായിട്ട് നല്ലൊരു അരിപ്പായസം വെച്ച് കഴിക്കുന്നത്. ഞാൻ ചെറുപ്പകാലത്തൊക്കെ മറ്റുള്ളവർ അമ്മ ഒക്കെ ഉണ്ടാക്കി തന്ന് കഴിച്ചിട്ടേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പായസമാണ് ഈ അരിപ്പായസം. ഉണക്കലരി കൊണ്ട് കുറച്ച് ഉണക്കലരി കിട്ടിയിട്ടുണ്ട്. ഇത് എന്നോ വാങ്ങിച്ച അരിയുടെ കുറച്ച് ഞാൻ എടുത്ത് വെച്ചതാണ്. ഞങ്ങൾക്കിവിടെ ഈ അരി കിട്ടത്തില്ല, വല്ലപ്പോഴൊക്കെ മാത്രമേ കിട്ടത്തുള്ളൂ. അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചതാണ്. പക്ഷേ കുറേ ദിവസങ്ങളായി. അന്നേരം ഞാൻ വിചാരിച്ചു പായസം ഉണ്ടാക്കും. ഞാൻ അരിയൊക്കെ ഒന്ന് കഴുകി കുക്കറിലാക്കി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരടുപ്പിലേക്ക് ഇതുപോലെ ശർക്കര ഉരുക്കാനൂടെ വെക്കുന്നുണ്ട്. ഈ രീതിയിലുള്ള ശർക്കരയാണ് എനിക്കിവിടെ ഈ പ്രാവശ്യം കിട്ടിയത്. ഇവിടെ ഇഷ്ടംപോലെ ശർക്കര കിട്ടും, നല്ല വിലക്കുറവിൽ കിട്ടും. കാരണം ഇവിടെ കരിമ്പ് കൃഷി ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് നല്ല വിലക്കുറഞ്ഞ് കിട്ടും. പിന്നെ നാട്ടിലെ പോലെ നല്ല കളറൊന്നും വരത്തില്ല, ചെറിയ കളറിൻ്റെ കുറവാണ്. ഇതിന് കുഴപ്പമില്ല, കിട്ടുന്നതനുസരിച്ച് ഓക്കെ ആക്കാം. അന്നേരം ഇത് ഞാനൊന്ന് ഇതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ല അരിപ്പായസം? ഞാനിവിടെ തയ്യാറാക്കുന്നത് തേങ്ങാപ്പാലിലല്ല, കവർ പാൽ എന്ന് പറഞ്ഞാൽ പശുവും പാൽ, ഇവിടെ പാക്കറ്റ് പാൽ കിട്ടും, അതിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. കാരണം ഞങ്ങൾക്കിവിടെ തേങ്ങ അധികം കിട്ടത്തില്ല. തേങ്ങ കിട്ടിയാലും തീരെ ചെറിയ തേങ്ങയാണ് കിട്ടുന്നത്. അതിനകത്തുനിന്നൊരു എനിക്ക് തോന്നുന്നു 5-6 തേങ്ങയൊക്കെ പിഴിഞ്ഞാൽ പോലും കിട്ടത്തില്ല നമുക്കൊരു നല്ലൊരു പായസം വെക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ കവർ പാലിലാണ് ചെയ്യുന്നത്. ഞാനിത് അരിയൊക്കെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് നല്ലവണ്ണം. അതിനുശേഷം പാലിലേക്ക് ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തു. ആദ്യം നമുക്ക് കുറച്ച് തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. തേങ്ങാക്കൊത്ത് ഈ തേങ്ങാക്കൊത്തെല്ലാം ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് കശുവണ്ടി മുന്തിരിങ്ങയും കൂടി വറുത്തെടുക്കണം. ഇതുപോലെ ഇതൊന്ന് ഫ്രൈ മൂത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി ഈ നെയ്യിലേക്ക് തന്നെ നമുക്ക് കശുവണ്ടി ചേർത്ത് കൊടുക്കാം. കശുവണ്ടി അതോടൊപ്പം തന്നെ മുന്തിരിങ്ങയോടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാവർക്കും അറിയില്ല, എനിക്ക് പായസം ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല. ഞാൻ പിന്നെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് ഇതൊക്കെ പഠിച്ചത്. പിന്നെ സേമിയ പായസമൊക്കെ വെക്കാൻ പെട്ടെന്ന് എളുപ്പമല്ലേ, അതൊക്കെ തയ്യാറാക്കും. പക്ഷേ ഈ അരിപ്പായസം വെക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് അതങ്ങനെ ചെയ്യാറില്ല. പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിത് തയ്യാറാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കുന്നത്, തയ്യാറാക്കുന്നത് ആദ്യമായിട്ടാണ്. ഇനി ആ നെയ്യിലേക്ക് തന്നെ അരി വേവിച്ച് വെച്ചത്, ചോറ് അല്ലെങ്കിൽ അത് ചേർത്ത് കൊടുത്തു. അതിലേക്ക് ഞാൻ പാൽ, കുറച്ച് വെള്ളം ചേർത്ത് തിളപ്പിച്ച പാലാണ്, നല്ല ലൂസായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് വന്നപ്പോഴത്തേക്ക് പാൻ നിറഞ്ഞു. കുഴപ്പമില്ല. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ആ പാലിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. വെന്ത് കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. വലിയ കളറൊന്നും കിട്ടത്തില്ല, എങ്കിലും കുഴപ്പമില്ല. ഇവിടുത്തെ ശർക്കര ആയതുകൊണ്ട് നല്ല കളറില്ല. എനിക്ക് തോന്നുന്നു നാട്ടിൽ നല്ല കറുത്ത കളറിൻ്റെ ശർക്കര കിട്ടുമെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ അത്രയുള്ള കളറിലുള്ള ശർക്കര കിട്ടത്തില്ല. ഇത് പിന്നെയും ഞാൻ നോക്കിയെടുത്തതാണ് കുറച്ചുകൂടി കളറായിട്ടുള്ളത്. പക്ഷേ ചില ശർക്കര കണ്ടാൽ നല്ല വെള്ള കളറാണ്, അതിനകത്ത് ഒട്ടും കളർ വരത്തില്ല. ഇത് പിന്നെ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല, കുറച്ചൊക്കെ കളർ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി പാൽ ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെ തിളപ്പിച്ച് മാറ്റി വെച്ച പാലാണ്. നമ്മൾ തേങ്ങ ചേർക്കുമ്പം ആദ്യം 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊക്കെ ഇല്ലേ, അതൊന്നും ഞങ്ങൾക്ക് ഇവിടെ കിട്ടത്തില്ലെന്നല്ല, തേങ്ങ കിട്ടാത്തതുകൊണ്ട് ആ ഒരു ടെൻഷനിൽ ആ ഒരു റിസ്ക് എടുക്കാനായിട്ട് പോയിട്ടില്ല. പാൽ ചേർത്ത് വെക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങളിങ്ങനെ പാലൊക്കെ ചേർത്ത്, മീൻസ് പശു പാൽ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അഭിപ്രായം അറിയിക്കുക.
ഇതിലേക്ക് ഞാൻ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തോടോടുകൂടിയാണ് ചേർത്തത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. എൻ്റെ ഈ ചെറിയ ചെറിയ വീഡിയോയും ഇവിടുത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളുമൊക്കെ ആയിട്ട് പിന്നെയും ഞാൻ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം ഏറ്റവും വലിയൊരിതാണ്, അത് തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുക. ഇതിലേക്ക് ഞാൻ അല്പം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടും. ഇനി ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നേരത്തെ വറുത്ത് വെച്ച കശുവണ്ടി, മുന്തിരിങ്ങ, തേങ്ങാക്കൊത്ത് ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കണം. നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. കവരപ്പാലിൽ മീൻസ് പശുവും പാലിലൊന്ന് തയ്യാറാക്കി നോക്ക്. നാട്ടിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല, തേങ്ങ ആവശ്യത്തിന് കിട്ടുന്നത് കൊണ്ട് ഞങ്ങൾക്കിവിടെ തേങ്ങ കിട്ടാത്തത് കൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. നല്ല സൂപ്പർ പായസം, നല്ല അടിപൊളി പായസമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.